പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. ഈ ചാപ്റ്റർ മുഴുവനായിട്ട് വേണമെങ്കിൽ 20 മാർക്കിൻ്റെ പോർഷൻസിൽ, പാർട്ട് ബി പോർഷൻസിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ സ്പ്രെഡ്ഷീറ്റ് ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാം, അതാണ് അതിൻ്റെ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുക? 3 ആയിട്ടാണ് ഇവിടെ പറയുന്നത്. 3 ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് പേറോൾ അക്കൗണ്ടിങ്, രണ്ടാമത്തത് അസറ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തത് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ഈ 3 എണ്ണമാണ് ബിസിനസ് ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്, സ്പ്രെഡ്ഷീറ്റിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താ പറഞ്ഞത്? പേറോൾ അക്കൗണ്ടിങ്. എന്താണ് പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, സാലറി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പേറോൾ എന്ന് പറയാം. ഓക്കെ, അതെന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് പേറോൾ, അല്ലെങ്കിൽ എന്താണ് പേറോളിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഓക്കെ, അതാണ് ഇവിടെ പഠിച്ചേക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പേറോൾ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചേക്കേണ്ടത് പേറോളിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലെ കോമ്പണൻസ് പറയുന്നത് ഒന്നാമത്തത് ഏണിങ്സ് ആണ്, രണ്ടാമത്തത് എന്താണ്? ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, ഏണിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ബേസിക് പേ, BP എന്ന് പറയും. ദെൻ ഡിയർനെസ് അലവൻസ്, DA എന്ന് പറയും. ദെൻ ഹൗസ് റെൻ്റ് അലവൻസ്, HRA എന്ന് പറയും. ദെൻ അടുത്ത ട്രാൻസ്പോർട്ട് അലവൻസ്, TA എന്ന് പറയും. ഇതിന് പുറമേക്ക് ഇനിയും അലവൻസുകളൊക്കെ വരാം. അതൊക്കെ എന്തിൽ ഉൾപ്പെട്ടതാണ്? ഈ ഏണിങ്സ് എന്ന് പറയുന്ന, പേറോളിലെ ഏണിങ്സ് എന്ന് പറയുന്ന കോമ്പണൻറ്റിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഈ ഏണിങ്സുകളൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇനിയും 2-3 എണ്ണം കൂടെ പറയുന്നുണ്ട് അല്ലേ. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA പറയുന്നുണ്ട്, ഏണിങ്സിൽ പറയുന്ന മറ്റൊന്നാണ്. ദെൻ അതർ അലവൻസ്, ഇതിൻ്റെ പുറമേയുള്ള മറ്റ് അലവൻസുകൾ. അലവൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതിൽ വരുന്നതാണ്? ഏണിങ്സിൽ വരുന്നതാണ്. കണ്ടോ, ഇവിടെ ABCDEF അങ്ങനെ F വരെ പറയുന്നുണ്ട്. ഇതിന് പുറമേക്കും വേണമെങ്കിൽ എന്ത് വരാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ അലവൻസുകൾ വരാം. അതൊക്കെ എന്തിൽ വരുന്നതാണ്? പേറോൾ അക്കൗണ്ടിങ്ങിലെ ഏണിങ്സ് എന്ന് പറയുന്ന കോമ്പണൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏണിങ്സുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, HRA, TA എന്നൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പേര് വിളിക്കും. അതാണ് ഇവിടെ പഠിച്ചു വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പേറോളിലെ ഏണിങ്സുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് പേ എന്ന് പറയുന്നത്. എന്താണ്? ഗ്രോസ് പേ. ഓക്കെ, പേറോളിലെ ഏണിങ്സ് കോമ്പണൻസിലെ എല്ലാ കോമ്പണൻസിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് പേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഗ്രോസ് പേ. ഓക്കെ, അപ്പോൾ ഏണിങ്സുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രോസ് പേ. ഓക്കെ, അപ്പോൾ ഗ്രോസ് പേൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. BP + DA + HRA + TA + CCA + അതർ അലവൻസസ്. ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ കോമ്പണൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പണൻ്റ് ഉണ്ട്. രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഇത്? ഡിഡക്ഷൻസ്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? കുറേ എണ്ണം കൂട്ടണ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ആ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു? ഗ്രോസ് പേ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഡിഡക്ഷൻസ്. ഡിഡക്ഷൻ എന്ന പേര് പോലെ തന്നെ എന്താണ്? കുറയ്ക്കേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, ആ ഡിഡക്ഷൻസിൽ എന്തൊക്കെ വരും എന്നാണ് പറയുന്നത്? ഒന്ന്, പ്രൊഫഷണൽ ടാക്സ്, ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട്, ടാക്സ് റിഡക്ഷൻ അറ്റ് സോഴ്സ്, TDS എന്ന് പറയും. ദെൻ റിക്കവറി ഓഫ് ലോൺ, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, അതർ ഡിഡക്ഷൻ. ഇതിൽ പൊതുവെ കണ്ടിട്ടുള്ളത് PF, TDS ഒക്കെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഏത് എലമെൻ്റാണെന്ന് മനസ്സിലാക്കണം? ഡിഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഡിഡക്ഷൻ ആണെങ്കിൽ ആ പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിഡക്റ്റ് ചെയ്യണം, കുറയ്ക്കണം. എന്തെന്നാണ് കുറയ്ക്കുക? ഗ്രോസ് പേ. നമ്മൾ ഫസ്റ്റ് ഏണിങ്സ് കോമ്പണൻറ്റിൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് പേ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ആ ഗ്രോസ് പേയിൽ നിന്ന് ഈ പറയുന്ന ഡിഡക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഗ്രോസ് പേയിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പേര് വിളിക്കും. ദാറ്റ് ഈസ് നെറ്റ് പേ. എന്താണ്? നെറ്റ് പേ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ഒന്നാമത്തെ ബിസിനസ് ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. 3 ബിസിനസ് ആപ്ലിക്കേഷനാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഉള്ളത്. ഒന്ന് പേറോൾ അക്കൗണ്ടിങ്, രണ്ടാമത്തത് അസറ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തത് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പറേഷൻ.
ഓക്കെ, അതിലെ ഫസ്റ്റ് വണ്ണാണ് എന്ത്, പേറോൾ അക്കൗണ്ടിങ്. പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സാലറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. ആ പേറോളിൽ രണ്ട് കോമ്പണൻസാണ് വരുന്നത്. ഒന്ന് ഏണിങ്സ്, രണ്ടാമത്തെ ഡിഡക്ഷൻസ്. ഓക്കെ, എല്ലാ ഏണിങ്സുകളും കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ഗ്രോസ് പേ എന്ന് വിളിക്കും. ദെൻ രണ്ടാമത്തെ കോമ്പണൻറ്റ് ഡിഡക്ഷനാണ്. ഡിഡക്ഷൻസ് കുറേ എണ്ണം ഉണ്ട്. ആ ഡിഡക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഗ്രോസ് പേയിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, നെറ്റ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പേ കണ്ടെത്താനാണ് എന്ത് ഉപയോഗിക്കുക, നെറ്റ് പേ കാണുക എന്നതാണ് ഇവിടെ പേറോൾ അക്കൗണ്ടിങ്ങിന് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസറ്റ് അക്കൗണ്ടിങ്. അസറ്റ് അക്കൗണ്ടിങ് ഇവിടെ പറയുന്നത് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ്. രണ്ട് രീതിയിലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. രണ്ടാമത്തത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓക്കെ, ഈ രണ്ട് മെത്തേഡിലും എങ്ങനെയാണ് നമ്മുടെ CASൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ സിൻടാക്സ് ആണ് പഠിച്ചു വയ്ക്കേണ്ടത്. ഓക്കെ, ആ സിൻടാക്സ് പഠിച്ചു വയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ അതിൻ്റെ സിൻടാക്സ് വരുന്നത് SLN ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഇട്ടിട്ട് SLN കാണിക്കുക, കോസ്റ്റ് സാൽവേജ് ലൈഫ്. ഓക്കെ, ഇതൊക്കെ എന്തായിട്ട് വരാം, നമ്മൾ പ്രാക്ടിക്കലിൽ ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് സ്റ്റെപ്സ് എഴുതി കൊടുക്കൂലേ, അത് ആ സ്റ്റെപ്സ് ഇവിടെ എഴുതാനും പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ SLN ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു SLN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോസ്റ്റ് സാൽവേജ് ലൈഫ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് ഇത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അതിൻ്റെ ഫംഗ്ഷനാണ് DB ഫംഗ്ഷൻ. ഓക്കെ, DB ഫംഗ്ഷൻ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് നോക്കുക, ഈക്വൽ ടു DB കോസ്റ്റ് സാൽവേജ് ലൈഫ്. മൂന്നെണ്ണം നേരത്തെ തന്നെയാണ്, പിന്നെ രണ്ടെണ്ണം കൂടെ കൂടുതൽ വരും. ഏതൊക്കെ, പീരീഡും വരും, മന്തും വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ടൻസിയാണ്, നമ്മൾ കൊമേഴ്സുകാരാണ്. കൊമേഴ്സുകാർക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ഓക്കെ, നമുക്കറിയാം ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് റീപേ ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണ്, അതിൻ്റെ EMI എന്നാണ്, EMI കാൽക്കുലേഷനാണ് ഇവിടെ പറയുന്നത്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. അതെങ്ങനെ നമുക്ക് CASൽ ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷനാണ് PMT ഫംഗ്ഷൻ എന്ന് പറയുന്നത്. PMT ആണ് ഫംഗ്ഷൻ. ആ PMT ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കി വയ്ക്കാം, ഈക്വൽ ടു PMT റേറ്റ് N പെർ PV FV ടൈപ്പ്. ഓരോന്ന് എന്താണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് എഴുതണം, അത് പഠിക്കണം, അതും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ, മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, ബിസിനസ്സിൻ്റെ അപ്ലിക്കേഷൻ, ബിസിനസ്സിൽ സ്പ്രെഡ്ഷീറ്റ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്. 3 രീതിയിലാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, ഒന്ന് പേറോൾ അക്കൗണ്ടിങ്, രണ്ടാമത്തത് അസറ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തത് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ഓക്കെ, അതിൽ പേറോൾ അക്കൗണ്ടിങ്ങിൽ എന്താ വരുന്നത്, നെറ്റ് പേൻ്റെ കാൽക്കുലേഷനാണ് വരുന്നത്. നെറ്റ് പേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷനാണ്. ഗ്രോസ് പേയിൽ വരുന്നത് എന്തൊക്കെയാണ്, ഏണിങ്സ് ആണ് ഗ്രോസ് പേയിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ അതിൽ നിന്നും ഡിഡക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക. ഒക്കെ രണ്ടും കൂടെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ടോട്ടൽ ഡിഡക്ഷൻസ് ഗ്രോസ് പേയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പേ കിട്ടും. ദെൻ അസറ്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലും എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടിൻ്റെ ഫംഗ്ഷൻ, ഒന്ന് SLN ഫംഗ്ഷനാണ്, രണ്ടാമത്തത് DB ഫംഗ്ഷനാണ്. SLN ആണ്, SLM അല്ല. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ SLM എഴുതിയിരിക്കുന്നത് SLN ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ അടുത്തത് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളാണ്. ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളിൽ EMIൻ്റെ കാൽക്കുലേഷനാണ്. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, PMT ഫംഗ്ഷനാണ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ സിൻടാക്സും കൂടെ പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടത്, നന്നായി പഠിച്ചു വയ്ക്കണേ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.